അതുകൊണ്ട് ഇത് നോക്കിയേ, ഇത് അടിപൊളി വ്യൂ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തൊരു ചെറിയൊരു കുന്ന് പോലെ ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ജയകൃഷ്ണന് നല്ല പേടിയാണ്. അവന് നമ്മളെയും കൊണ്ട് തന്നെ തിരിച്ചു പോകണമെന്നൊക്കെ പറയും. ഇതോ നോക്കിയാൽ കാണാം, ഒരു അരണ അവിടെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് സംഭവം, അരണ തന്നെയാണ്. ഇത് അരണയാണ്, അതിൻ്റെ രൂപം കണ്ടറിഞ്ഞൂടെ. ഓന്ത് രണ്ടും ഇരിക്കണ്ടാ, രണ്ടെണ്ണം ഇരിക്കുന്നത്. ആ, അപ്പോൾ ഓന്തുകൊണ്ട് അരണയുണ്ടാകുന്നോ. ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ മെറ്റമോർഫിസ് അല്ല, ഇതൊക്കെ എന്ത് റോക്കിന് എക്സാമ്പിളാണ്? ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിളാണ്. പിന്നെ മേ ബി ഇഗ്നിയസ് റോക്സ് ആയിരിക്കാം. എടാ നമ്മുടെ ഇതൊക്കെ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ പിന്നെ ഇഗ്നിയസ് റോക്സ് തന്നെ. ഈ കാണുന്നത് തമിഴ്നാട്, ഇത് അങ്ങ് കാണുന്നത് കേരളമാണ്. ആ, ഇങ്ങ് കാണുന്നത് നിങ്ങൾ കണ്ടോ, ഇത് തമിഴ്നാടാണ്, ഇത് കേരളം, ഇത് കേരളമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ കാണിച്ച് നമ്മളിപ്പോൾ എത്തിക്കുന്നത് തമിഴ്നാടാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂസ് ഉണ്ട് അങ്ങോട്ടൊക്കെ. തിരുമല കോവിലാണ്. എവിടെയാണ് തിരുമല കോവിൽ? ആ, അങ്ങ് കാണുന്ന ആ തിരുമല കോവിലാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള തെങ്കാശി ടൗണൊക്കെ. ആ, തെങ്കാശി ടൗണൊക്കെ ഉണ്ട്. ഇവിടെ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. കഴിയുന്നവരൊക്കെ വന്ന് കയറുക. പക്ഷേ ഈ ഒരു പാഷനായിട്ടുള്ള യാത്രകളൊക്കെ, പാഷനായിട്ടുള്ള അത്യാവശ്യം ട്രക്കിംഗ് ഒക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ വരാവൂ. അല്ലെങ്കിൽ അത് പ്രശ്നമാകും. വേണ്ട, അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുത്തുണ്ട്, വേണ്ട, ഇങ്ങനെ ഉണ്ടോ, ഗൾഫിൽ നിന്ന് നിൽക്കുകയാണ്. അങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ എന്നെ സർപ്രൈസ് വിസിറ്റ് നടത്താൻ വന്നതാണ്. പക്ഷെ അവൻ ഇനി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും ഇനി ജന്മത്തന്നെ കാണാൻ വരില്ല. പക്ഷേ കോടയാണ്ടാണ് ദൂരോട്ടൊന്നും കാണാൻ. പക്ഷേ ഇതാണ് നമ്മുടെ ടൂറിൻ്റെ മുതലാളി. ഇത്ര ഹൈറ്റ് മതി ആളാണ് ഇവിടുത്തെ എല്ലാം മാനേജ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം PS.